പാഠം 555 അഭിമാനത്തിന്റെ ദിവസം. ഇത് ഒരു വീടാണെന്നും ഞാൻ നിന്റെ ഭർത്താവാണെന്നും നിനക്കറിയാലോ. അതറിയാവുന്നതുകൊണ്ടാണല്ലോ സാർ എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചത്. ഇങ്ങനെ ഒരു ഭർത്താവില്ലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളോട് സിനിമയ്ക്ക് പോകായിരുന്നു. നിന്നെ അങ്ങനെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ ആരിരിക്കുന്നു? എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ലയോ? ഇല്ല. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചാൽ പറ്റില്ല. പറ്റും. ഇന്ന് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കില്ലല്ലോ. വിശക്കുമ്പോ മോഹനോട് തന്നെ പറയും നമുക്ക് പുറത്തു പോവാന്ന്. കാണാനൊന്നുമില്ല സാറേ. ഞാനൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത്. അല്ല പിന്നെ ഹലോ, വിദ്യ, എന്തുണ്ട് വിശേഷം? അവധി ദിവസമായിട്ട് എന്താ പരിപാടി? അതെയോ? നിന്റെ സമയം. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭർത്താവ് ഉണ്ടാവുക എന്നതാണല്ലോ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം. നിനക്കതുണ്ട്, എനിക്കതില്ല. ഒരു സിനിമയ്ക്ക് പോവാം, ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ മോഹനേട്ടത് സമ്മതിക്കുന്നില്ല. കാരണമോ എന്തായിരിക്കും? അത് തന്നെ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. വിശക്കുമ്പോ എന്ത് ചെയ്യുന്നു നമുക്ക് അറിയണമല്ലോ. അപ്പൊ ശരി, നീ നിന്റെ സുനിൽ സാറിന്റെ കൂടെ നാട് ചുറ്റ. അനാവശ്യമായ ധൂർത്തും സമയനഷ്ടവും ഒഴിവാക്കുന്നു, അതാണ് സത്യം. ഒരവധി ദിവസം ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് പുറത്തു പോകുന്നതോ പുറത്തുനിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതും എങ്ങനെയാണാവോ ധൂർത്താവുന്നത്? അത് ധൂർത്താണെങ്കിൽ ധൂർത്തല്ലാത്തൊരു കാര്യം എനിക്ക് പറഞ്ഞുതരാമോ? പറയാം. നീ അനുസരണയുള്ള ഭാര്യയായി അടുക്കളയിൽ ചെന്ന് നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്നു, നമ്മളത് കഴിക്കുന്നു, സുഖമായിരിക്കുന്നു. ഇതിൽ ധൂർത്തില്ല. അപ്പൊ പിന്നെ ഇന്ന് മോഹനേട്ടൻ രാവിലെ വൈകുന്നേരം വെട്ടി വിഴുങ്ങിയത്. കുറച്ച് കഴിയുമ്പോ ഭാമേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നേക്കരുത്. ഈ റിപ്പബ്ലിക് ദിനം നമുക്ക് പട്ടിണി കിടന്ന് ആഘോഷിക്കാം. പറ്റിയ നാളെ നാട്ടിലിറങ്ങി ഇതും പറഞ്ഞ് നമുക്ക് ആളാവുകയും ചെയ്യാം. നാട്ടുകാരുടെ മുന്നിൽ യോഗ്യനായി നടക്കുക എന്നാണല്ലോ വില്ലേജ് ഓഫീസറുടെ ജോലി. പക്ഷെ എത്ര ചമഞ്ഞു കിടന്നിട്ടും നാട്ടുകാർക്ക് വേണ്ടത്ര ബഹുമാനം ഇല്ല. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പറഞ്ഞു സാറേ. ഉത്തമ നിക്ക്, പോരാ. എന്ത് സാറേ? ഉത്തമൻ ഇപ്പൊ പറഞ്ഞ കാര്യം ഉത്തമൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? ഈ നാട്ടുകാർക്കൊന്നും എന്നെ തീരെ ബഹുമാനമില്ല എന്ന്. നിന്റെ ആ സംശയം ഞാനിപ്പോ തീർത്തരം. എന്താ കാര്യം? ഉത്തമൻ വന്നിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഉത്തമൻ മോഹനേട്ടനോട് ബഹുമാനം കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാ മോഹനേട്ടാ? മോഹനേട്ടനെ കൊണ്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഉത്തമന്. ബഹുമാനം ഇല്ലെങ്കിൽ ഉത്തമനെ ഉണ്ടെന്നേ പറയുള്ളൂ. ഉത്തമന് മാത്രമല്ല ബഹുമാനം. ഇന്ന് വൈകിട്ട് ജംഗ്ഷനിലെ ലൈബ്രറിക്കാർ സംഘടിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷമുണ്ട്. അതിൽ പ്രസംഗിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടനെ ക്ഷണിച്ചിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ വിളിക്കുന്നത് മോഹനേട്ടനുള്ള ബഹുമാനമാകുന്ന എങ്ങനെയാ? മോഹനേട്ടൻ വില്ലേജ് ഓഫീസറല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. അല്ല, പക്ഷേ ഗോപാലൻകുട്ടി ചേട്ടന് ഈ വിഷയത്തിൽ വേണ്ടത്ര ഗ്രാഹ്യമില്ല. അതുകൊണ്ട് വൈകുന്നേരം പറയാനുള്ള പ്രസംഗം ഞാൻ എഴുതി തയ്യാറായി കൊടുക്കണമെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എനിക്ക് ഈ നാട്ടിലുള്ള വില എന്താണെന്ന്? പഞ്ചായത്ത് പ്രസിഡന്റിന് റിപ്പബ്ലിക് ദിനത്തിൽ പറയാനുള്ള പ്രസംഗം ഞാൻ വേണം തയ്യാറാക്കി കൊടുക്കാനെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി മോഹനേട്ടാ. അത് മോഹനേട്ടന്റെ നാട്ടിലുള്ള വിലയല്ല, നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തിരുന്ന് രാജ്യം ഭരിക്കുന്ന ഏർപ്പാടുള്ള രാജ്യങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു നമ്മുടെ ഭരണാധികാരി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗവർണർ ജനറലായി ഭരണാധികാരി.
1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിന്റെ കീഴിലായി ഇന്ത്യ മഹാരാജ്യം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമായത് 1950 ജനുവരി 26 അതാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ജനാധിപത്യം ഉണ്ടെങ്കിലും അതൊന്നും റിപ്പബ്ലിക് അല്ല. കാരണം ബ്രിട്ടീഷ് രാജ്ഞിയാണ് ആ രാജ്യങ്ങളുടെയൊക്കെ അധികാരി. രാജ്ഞി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണോ? അല്ല. ഉത്തമം വായിച്ചിട്ടുണ്ടോ? എന്താ എന്ത്? അല്ല, എനിക്കിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ വക്കീലേ. മോഹനേട്ടനോ? എന്താ ചുമ്മാ പോയി സാറ് സ്ഥലം വിട്ടു. ഓർത്തു വച്ചിരിക്കുന്ന തീയതികൾ വെച്ച് വലിയ സിദ്ധാന്തം പറയാനൊക്കെ ആർക്കും പറ്റും. പക്ഷേ സ്വന്തം രാജ്യത്തിന്റെ ഭരണഘടനയെ പറ്റി അറിഞ്ഞിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സ്വന്തം രാജ്യത്തിന്റെ ഭരണഘടനയെ പറ്റി ഒന്നും അറിയാത്ത ആളുകളെ ഇന്ത്യയിലുള്ളതുപോലെ വേറെ എവിടെയും കാണുകയില്ല. എന്റെ പൊന്ന് വക്കീലെ, എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ആ ഗോപാലൻകുട്ടി ചേട്ടനോട് എപ്പോഴും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയണം. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സഹായം ചോദിക്കുമ്പോ ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എപ്പോഴേലും വരാൻ പറഞ്ഞോളൂ. അപ്പൊ ശരി വക്കീലെ. ആ പിന്നെ ഞാൻ പോയിന്ന് സാറിന്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്കണേ. ഉത്തമ സാറിന് ഞാനിത് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപത്തിൽ ദൈവമായിട്ടൊരു അവസരം തരുമ്പോ അത് ഞാൻ ഉപയോഗിക്കണ്ടേ? ഇന്ന് ഈ വീടിന്റെ ഭരണഘടനയിൽ ഒരു തീരുമാനം ഉണ്ടാവും.